ഫുക്രിയിലേക്ക് സ്വാഗതം. അങ്ങനെ ഫുട്ബോൾ കണ്ട ഒരു ഇതിഹാസം ലോകകപ്പിൽ നിന്ന് മടങ്ങുകയാണ്. അവസാന ലോകകപ്പ് മത്സരവും കളിച്ച് അദ്ദേഹം മൈതാനത്തെ മുഴുവൻ കാണികളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് തിരിച്ചു നടക്കുകയാണ്. ലൂക്ക മോഡ്രിച്ച്, ക്രൊയേഷ്യയുടെ ലൂക്ക മോഡ്രിച്ച്. ഫുട്ബോൾ കണ്ട എക്കാലത്തെയും വലിയ മിഡ്ഫീൽഡ് ജനറൽമാരിൽ ഒരാളാണ് ലൂക്ക മോഡ്രിച്ച്. ഇതിഹാസ താരം. 5 ലോകകപ്പുകൾ കളിച്ചു. 2018 ലോകകപ്പിൻ്റെ ഫൈനലിൽ വരെ ക്രൊയേഷ്യ എത്തിച്ചു. ഒടുക്കം ഫ്രാൻസിനോട് തോറ്റു. 2022 ലോകകപ്പിൽ 3-ാം സ്ഥാനക്കാരായി. സെമി ഫൈനലിലെത്തി അർജൻറ്റീനയോട് തോറ്റു. പിന്നീട് 3-ാം സ്ഥാനത്തുള്ള മത്സരത്തിൽ വിജയിച്ച് 3-ാം സ്ഥാനക്കാരായി. ഇങ്ങനെ 2 തവണ 18-ൽ 2-ാം സ്ഥാനക്കാരും 22-ൽ 3-ാം സ്ഥാനക്കാരുമാക്കി ക്രൊയേഷ്യയെ മാറ്റിയതിൽ നിർണായകമായ പങ്കുള്ള ലൂക്ക മോഡ്രിച്ച്. ക്രൊയേഷ്യൻ ഫുട്ബോളിനെ മാറ്റിവരച്ച, അതിൻ്റെ ചിത്രം മാറ്റിവരച്ച, അതിന് എക്കാലത്തെയും വലിയ സംഭാവന നൽകിയ ലൂക്ക മോഡ്രിച്ച് അവസാന ലോകകപ്പ് മത്സരം കളിച്ചിരിക്കുകയാണ്. പോർച്ചുഗലിനെതിരെയായിരുന്നു റൗണ്ട് ഓഫ് 32-ൽ, ഈ ലോകകപ്പിലെ റൗണ്ട് ഓഫ് 32-ൽ പോർച്ചുഗലിനെതിരെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന മത്സരം. ഒടുക്കം പോർച്ചുഗൽ 1-2 ഗോളിന് ജയിച്ചു. അദ്ദേഹത്തിൻ്റെ സമകാലികനായ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ മറ്റൊരു ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗലിന് വേണ്ടി ഗോളടിച്ചു. റൊണാൾഡോ ഇനി റൗണ്ട് ഓഫ് 16 പ്രീ ക്വാർട്ടർ കളിക്കും. മോഡ്രിച്ച് മടങ്ങും. പക്ഷേ മോഡ്രിച്ചിന് ചെറിയ വേദനയോടെയാണ് മടങ്ങുന്നത്. കാരണം കളിയുടെ അവസാന മിനിറ്റിൽ ക്രൊയേഷ്യ ഗോളടിച്ചു. പക്ഷേ വാർ ചെക്കിലൂടെ റഫറി അത് ഓഫ് സൈഡ് വിധിച്ചു. അതിൽ മോഡ്രിച്ചും ക്രൊയേഷ്യയും തൃപ്തരായിരുന്നില്ല. എന്തായാലും മോഡ്രിച്ചിന് റഫറിയുടെ തീരുമാനം അംഗീകരിക്കാതെ വയ്യ. അദ്ദേഹം കളത്തിൽ നിന്ന് റൊണാൾഡോ അടക്കമുള്ളവരെ ആലിംഗനം ചെയ്ത് അദ്ദേഹം മടങ്ങി. ഒരുപക്ഷെ ലോക ഫുട്ബോളിൽ യുവാൻ റോമൻ റിക്കോൾമി എന്ന് പറയുന്ന അർജൻറ്റീനിയൻ മിഡ്ഫീൽഡറെ കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ ഓർക്കുന്നത് മോഡ്രിച്ചിനെ ആയിരിക്കും. അതിനിടയിൽ പലരും വന്നും പോയി. പക്ഷേ മോഡ്രിച്ചിനെ നമുക്ക് മറക്കാനേ പറ്റില്ല. മോഡ്രിച്ച് ഒരു വല്ലാത്ത പ്ലെയറാണ്, വല്ലാത്ത കളിക്കാരനാണ്. അദ്ദേഹം മിഡ്ഫീൽഡിൽ ഇറങ്ങി കളി നിയന്ത്രിച്ച് ക്രൊയേഷ്യ എങ്ങനെ കളിക്കണമെന്ന്, ഒപ്പം ക്രൊയേഷ്യക്ക് എതിരാളികൾ ആരാണോ അവരും എങ്ങനെ കളിക്കണമെന്ന് തീരുമാനിച്ചത് മോഡ്രിച്ച് ആയിരുന്നു. മോഡ്രിച്ച് അത്ര ഗംഭീരനായ ഒരു മ്യൂസിക് കണ്ടക്ടറെ പോലെ, ഒരു സംഗീത പരിപാടി നിയന്ത്രിക്കുന്ന മ്യൂസിക് കണ്ടക്ടറെ പോലെ അത്യുഗ്രൻ കളിക്കാരനായി 1.5 പതിറ്റാണ്ടോളം ലോക ഫുട്ബോളിൽ, 1.5 പതിറ്റാണ്ടിലധികം എന്ന് തന്നെ പറയണം, 2 പതിറ്റാണ്ടോളം ലോക ഫുട്ബോളിൽ നിറഞ്ഞു നിന്ന ലൂക്ക, താങ്കൾ തിരിച്ചു പോകുമ്പോൾ ലോക ഫുട്ബോളിന് ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടാണ്, ഒട്ടേറെ സംഭാവനകൾ ചെയ്തിട്ടാണ് ലോകകപ്പിൽ നിന്ന് പിരിയുന്നത്. നിർഭാഗ്യവശാൽ ഒരു ലോക ചാമ്പ്യൻ ആകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം 2006, 2014, 2018, 2022, 2026 ഇങ്ങനെ 5 ലോകകപ്പുകളാണ് കളിച്ചത്. അതിൽ 2 തവണ 18-ൽ ഫൈനലിസ്റ്റായി, 22-ൽ 3-ാം സ്ഥാനക്കാരായി. അങ്ങനെ 2 തവണ മികച്ച പ്രകടനം നടത്തി. എന്തായാലും 23 തവണയാണ് അദ്ദേഹം ലോകകപ്പിൽ കളിച്ചത്. 23 മത്സരങ്ങളാണ് മോഡ്രിച്ച് ലോകകപ്പിൽ കളിച്ചത്. മോഡ്രിച്ചിനെ പോലെ ആധുനിക ഫുട്ബോളിനെ ഇത്രമാത്രം മാറ്റി തീർത്ത ഒരു മിഡ്ഫീൽഡ് ജനറൽ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണുക തന്നെ വേണം. എന്തായാലും മോഡ്രിച്ച് ക്രൊയേഷ്യക്ക് നൽകാവുന്ന എല്ലാം നൽകിക്കൊണ്ടാണ്, യുദ്ധത്തിൻ്റെ കെടുതി അനുഭവിച്ച, ചെറുപ്പത്തിൽ കുട്ടിക്കാലത്ത് യുദ്ധത്തിൻ്റെ കെടുതി അനുഭവിച്ച ലൂക്ക മോഡ്രിച്ച്, എല്ലാം നഷ്ടപ്പെട്ട് പലായനം ചെയ്യേണ്ടി വന്ന, ജന്മനാട്ടിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്ന ലൂക്ക മോഡ്രിച്ച് ഒടുവിൽ ലോകകപ്പിൽ നിന്നും അപ്രത്യക്ഷനാവുകയാണ്. ഇനി ഒരു ലോകകപ്പിൽ അദ്ദേഹത്തെ നമുക്ക് കാണാനാകില്ല. എന്തായാലും ഇതുവരെ ഫുട്ബോളിന് തന്ന എല്ലാത്തിനും മോഡ്രിച്ച് നന്ദി, നന്ദി, നന്ദി.